ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയുടെ ബാക്കിയാണ്. അതായത് ഞാൻ അണ്ടർ ഐ ക്രീമിനെ പറ്റിയായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇന്നത്തെ എൻ്റെ വീഡിയോയും അത് തന്നെയാണ്. നമ്മുടെ അണ്ടർ ഐ ക്രീമിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അടുത്തൊരു പ്രോഡക്റ്റാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച 3 പ്രോഡക്റ്റിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അണ്ടർ ഐ ക്രീം എന്ന് പറഞ്ഞാൽ ഒരു വീഗൻ പ്രോഡക്റ്റാണ്. അപ്പം അതായത് വീഗൻ ഐ സീറം. ഇത് ആക്ച്വലി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നല്ലതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നുമില്ല. പിന്നെ ഉപയോഗിക്കുന്ന രീതി എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമാണ്. ഏതാന്ന് വെച്ചാൽ നമ്മുടെ ആക്സിസ് വൈയുടെ വീഗൻ കൊളാജൻ ഐ സീറം. ഇതും അടിപൊളി പ്രോഡക്റ്റാണ്. ഇതൊരു വീഗൻ പ്രോഡക്റ്റുമാണ്. ഇത് ഞാൻ ഈ കാണിച്ച എല്ലാം കൊറിയൻ ബേസ്ഡ് ചെയ്ത് കമ്പനിയിലുള്ള ബ്രാൻഡുകളാണ് എല്ലാം. പിന്നെ ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള സൈറ്റിൽ നിന്ന് വേണം ഇതൊക്കെ വാങ്ങാനായിട്ട്. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഏതെങ്കിലും ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഇതിൽ നിന്ന് വേണം വാങ്ങാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതും എനിക്കിഷ്ടം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ ഈ 3 എണ്ണം ഉപയോഗിക്കുന്ന. ഒരെണ്ണം കുറച്ച് ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ തന്നെ കോസ്റെക്സിൻ്റെ 0.3 ഉപയോഗിച്ചത് കൊണ്ടാണ് എനിക്കൊരു ചെറിയ പ്രോബ്ലം വന്നത്. ശരിക്കും പറഞ്ഞാൽ 0.1 ആണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ചിലവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. കൂടുതൽ അതായത് അതിൻ്റെ അളവ്, അതായത് റെറ്റിനോളിൻ്റെ അളവ് കൂടുതലായിട്ട് വേണ്ടുന്നവർക്ക് അത് നല്ലതാണ്. പക്ഷേ എനിക്ക് അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ കണ്ണിന് അന്നേരം എനിക്കൊരു വല്ലാതെ തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് നിർത്തിയിട്ട് ബാക്കി 2 ഉപയോഗിക്കുന്നത്. 0.1 ഉപയോഗിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. കോസ്റെക്സ് 0.1. ഇതെന്ന് പറഞ്ഞാൽ ആക്സിസ് വൈ ആണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഈ ആക്സിസ് വൈയുടെ വീഗൻ കൊളാജൻ ഐ സീറം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊളാജന്, ഹൈലോണിക് ആസിഡും പെപ്റ്റൈഡ് കോംപ്ലക്സ് ഒക്കെയാണ്. ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഇതാണ്. കൈകൊണ്ട് നമുക്ക് തൊടേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് എല്ലാം പീസ് സൈസ് എമൗണ്ട് ഉപയോഗിച്ചാൽ മതി. അത്ര എടുത്തിട്ട് നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെയിട്ട് റോൾ ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതിപ്പോൾ ഞാൻ പ്രോഡക്ട്സ് അടിപൊളിയാണ്. ഇത് നല്ലതാണ്, ഒരു തണുപ്പും നമുക്ക് ഫീൽ ചെയ്യും കണ്ണിൻ്റെ അടിയിൽ. ആക്ച്വലി ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് 3 ഉപയോഗിക്കാറുണ്ട്. കോസ്റെക്സിൻ്റെ 0.3 ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ബാക്കി എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അതും പാക്കിങ്ങും എല്ലാം ഇഷ്ടമാണ്. കുഞ്ഞൊരു ഇതാണ്, അത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ 3 ഐ സീറവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എല്ലാം ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മുടെ കൈയുടെ അടി ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.